അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹധന്യരായ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ തിന്മകൾ കടന്നു വരുന്നത് പ്രധാനമായും രണ്ട് വഴികളിലൂടെയാണ്. ഒന്ന് ശുബ്ഹത്തിന്റെ വഴി എന്ന് പറയും, രണ്ട് ശഹ്വത്തിന്റെ വഴി എന്ന് പറയും. ശുബ്ഹത്തിന്റെ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിവില്ലായ്മയുടെ കാരണത്താൽ മനുഷ്യൻ എത്തിപ്പെടുന്ന തിന്മകളുടെ ലോകമാണ്. ശഹ്വത്തിന്റെ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ചിന്തകളുടെയും വികാരങ്ങളുടെയും കാരണമായി അവനെത്തിപ്പെടുന്ന തിന്മകളുടെ ലോകവുമാണ്. ഇതിൽ ഏറ്റവും ഗൗരവപ്പെട്ട വഴി അറിവില്ലായ്മയുടെ ഭാഗമായി കൊണ്ട് മനുഷ്യൻ എത്തിപ്പെടുന്ന തിന്മകളുടെ ലോകമാണ്. കാരണം താൻ ചെയ്യുന്നത് ഒരു തെറ്റാണ് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ ചെയ്യുന്നത് നന്മയാണെന്ന് വിചാരിച്ച് തിന്മയിൽ വിരാജിച്ച് അവസാനം തൗബ പോലും ചെയ്യാനുള്ള അവസരം ലഭിക്കാതെ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ അത്തരക്കാർക്കുണ്ടാകും. അത്തരം പാപങ്ങളുടെ കൂട്ടത്തിലാണ് ബിദ്അത്തുകളെല്ലാം കടന്നു വരാറുള്ളത്. പണ്ഡിതന്മാർ പൊതുവെ ബിദ്അത്തുകളെ രണ്ട് രൂപത്തിലാണ് വ്യവച്ഛേദിച്ചിട്ടുള്ളത്. ഒന്ന് ബിദ്അത്തുൻ മുകഫിറ, അഥവാ ആ ബിദ്അത്ത് ചെയ്യുന്നതോടുകൂടി അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. രണ്ടാമത്തത് ബിദ്അത്തുൻ മുഫസ്സിഖ, അഥവാ ആ ബിദ്അത്ത് ചെയ്യുന്നതോടുകൂടി അയാൾ ഫാസിഖിൻ്റെ ഗണത്തിൽ, അഥവാ തമ്മാടികളുടെ ഗണത്തിലാണ് ഉൾപ്പെടുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ബിദ്അത്തുകളെ നമ്മൾ തിരിച്ചറിയുകയും ബിദ്അത്തുകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. മതമെന്ന നിലക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ മതമെന്നുള്ള നിലക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനെയാണ് ബിദ്അത്ത് എന്ന് നമുക്ക് ഒറ്റവാക്കിൽ മനസ്സിലാക്കാവുന്നതാണ്. ഇന്ന് മതത്തിൻ്റെ പേരിൽ പലപ്പോഴും പല ആളുകളും ആചരിച്ചു കൊണ്ടിരിക്കുന്ന, അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ പ്രമാണങ്ങൾക്ക് യാതൊരു സ്ഥാനവും ഇല്ലാത്തവയാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൂലി ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവയെല്ലാം ഒരു വേള ബിദ്അത്തായി തീരുമെന്ന കാര്യമാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഇനി മാത്രവുമല്ല, ബിദ്അത്തിൻ്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്ന ഒന്ന് രണ്ട് വാചകങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കുകയാണ്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ല പറയുന്നതായി കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. من ابتدع في الإسلام بدعة يراها حسنة فقد زعم أن محمدا صلى الله عليه وسلم خان في الرسالة لأن الله يقول اليوم أكملت لكم دينكم فما لم يكن يومئذ دينا فلا يكون اليوم دينا ومن ابتدع في الإسلام بدعة, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു പുതിയ കാര്യമുണ്ടാക്കി, യറാഹ ഹസന, മാത്രവുമല്ല എന്നിട്ട് അവൻ അത് നല്ലതായി കൊണ്ട് കാണുന്നു, ഫഖദ് സഅമ, അവൻ വാദിക്കുന്നത്, അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന ഫിർ റിസാല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ റിസാലത്തിൽ, അഥവാ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള മതത്തിൽ, ആ റിസാലത്തിൽ, ആ ദൈവ സന്ദേശത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ്. കാരണം അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്നാണ്. ഇന്നേ ദിവസം ഞാൻ നിങ്ങളുടെ ദീന് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്നാണ്. അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ട ദീനിലേക്ക് പുതുതായി വല്ലതും കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ ആ പൂർത്തീകരിക്കപ്പെട്ട മതത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറച്ചു വെച്ചതായിരുന്നു എന്നാണ് ഒരു വേള അത്തരം ആളുകളുടെ മനസ്സുകളിൽ കടന്നു വരുന്ന ചിന്തകൾ, അതല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അവർ പ്രവർത്തിച്ച് കാണിക്കുമ്പോൾ കടന്നു വരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ടും ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞത്, ഫമാലം യകുൻ യൗമ ഇദിൻ ദീന ഫലാ യകൂനു അൽ യൗമ ദീന, അന്നേ ദിവസം, അഥവാ അള്ളാഹുവിൻ്റെ റസൂലിന് ആ ആയത്തിറങ്ങുന്ന ദിവസം എന്തായിരുന്നോ ദീന്, ആ ദീന് മാത്രമാണ് ദീനായിട്ടുള്ളത്. അതല്ലാത്ത അന്നില്ലാത്തതൊന്നും ഇന്ന് ദീനാവുകയുമില്ല എന്ന് ഇമാമു ദാരിൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെട്ട ഇമാം മാലിക് റഹിമഹുല്ലയാണ് പറയുന്നത്. മാത്രവുമല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വലാലത്താണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നത് കാണാം. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ദലാല വകുല്ല ദലാലത്തിൻ ഫിന്നാർ, എല്ലാ പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങളും അത് ബിദ്അത്തുകളാണ്. മാത്രവുമല്ല, എല്ലാ ബിദ്അത്തുകളും വഴികേടാകുന്നു, എല്ലാ വഴികേടുകളും നരകത്തിലേക്കാകുന്നു പോകുന്നത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുപോലെ തന്നെ കാണാൻ സാധിക്കും, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുല്ലു ബിദ്അത്തിൻ ളലാല വ ഇൻ റഹ അന്നാസു ഹസന, എല്ലാ ബിദ്അത്തുകളും വഴികേടു തന്നെയാണ്, ജനങ്ങൾ അതിനെ നല്ലതായി കാണുന്നു എങ്കിൽ പോലും അത് വഴികേട് തന്നെയാണ് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ സാധിക്കും. അലൈക ബിൽ ഇസ്തിഖാമ, നീ മതത്തിൽ ചൊവ്വായി ഉറച്ചു നിൽക്കുക. അതുപോലെ തന്നെ വത്തബിഉൽ അസർ, നീ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അസറുകളെ നീ പിന്തുടരുക. വ ഇയ്യാക
അത്തബദ്ദു, അതുപോലെ തന്നെ നീ മതത്തിൽ പുതുതായി ചെയ്യുന്ന കാര്യങ്ങളെ നീ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത, അതുപോലെ തന്നെ സഹാബിമാർക്കറിയാത്ത കാര്യങ്ങൾ നമ്മുടെ വക നമ്മൾ കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്നതാണ് നാം അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിലാണ് ഇന്ന് ജനങ്ങൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകൻ്റെ പേരിലുള്ള നബിദിനാഘോഷവും അതിൻ്റെ ഭാഗമായി കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന മദ്ഹ് ഗീതങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥനാ സദസ്സുകളും. അത്തരം കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടണമെന്ന ലക്ഷ്യത്തോടു കൂടി അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള റഹ്മത്താണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഫളിലാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന സ്വർഗമാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഘോഷിക്കാത്ത നബിയുടെ ജന്മദിനം, നബിയുടെ സഹാബത്ത് ആഘോഷിക്കാത്ത നബിയുടെ ജന്മദിനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തമ നൂറ്റാണ്ടെന്ന് പറഞ്ഞ നൂറ്റാണ്ടുകളിലൊന്നും തലമുറകളിലൊന്നും ആഘോഷിക്കപ്പെടാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം, അതുപോലെ തന്നെ അഹ്ലുസുന്നയുടെ ഇമാമുമാരായി കൊണ്ട് ലോകത്തറിയപ്പെട്ട ഒരു ഇമാമും ആഘോഷിക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം പല പേരുകളിലും അതുപോലെ തന്നെ പല രൂപങ്ങളിലുമെല്ലാം ആഘോഷിക്കപ്പെടുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അതിന് മതവുമായി യാതൊരു ബന്ധവുമില്ല, മറിച്ച് മതത്തിൽ കൊണ്ടുവരപ്പെട്ട പുത്തനാചാരമാണ് എന്നാണ്. ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ പോലും അത്തരത്തിലുള്ള കാര്യം ഉണ്ടായിരുന്നില്ല എന്നത് ഇത് ആഘോഷിക്കുന്ന ആളുകൾ തന്നെ പറയുന്ന, അതല്ലെങ്കിൽ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുള്ള കാര്യമാണ്. പല ആളുകളും പല വാറോലകളും കൊണ്ടുവന്ന് ഇതിനെ സ്ഥാപിക്കാൻ ശ്രമിക്കാറുണ്ട്. സ്വഹീഹായ ഒരു ഹദീത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് കടന്നു വന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് എന്നതുകൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ബിദ്അത്തുകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്കവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹിൻ്റെ സുന്നത്തുകളെ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.